ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഭരണിയിലാണ് മാങ്ങ ഉപ്പിലിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭരണി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പം വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കണം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കും വരെ നമ്മളത് ഉപ്പിട്ട് കൊടുത്തേക്കാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മാങ്ങ ഇട്ട് 1 മിനിറ്റ് കൊണ്ട് ഒന്ന് എടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ ഇടാം. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ടാൽ മതിയാവും. അപ്പോൾ മാങ്ങയിൽ എന്തെങ്കിലും പുറമേ തോടിലെന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. തൊണ്ടോടുകൂടിയാണ് നമ്മൾ അരിഞ്ഞ് ഉപ്പിലിടുന്നത്. അപ്പോൾ നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാങ്ങ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ ഉപ്പിലിടാനുള്ള വെള്ളം കൂടെ തിളപ്പിക്കണം. അപ്പോൾ അതിന് വേറെ വെള്ളം വയ്ക്കുകയാണ്. തിളപ്പിച്ചേറ്റ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വയ്ക്കാൻ പോവാണ്. വേറെ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നല്ലോണം തിളച്ച വെള്ളം ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഒഴിക്കാൻ പറ്റുക. അപ്പോൾ ഇതേ നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കാം. അടുത്തതായി മാങ്ങ അരിഞ്ഞെടുക്കാൻ പോവാണ് നമ്മൾ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാങ്ങ ചെറിയ ചെത്തുപൂളുകളായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് മുളക് വേണം, വേപ്പില വേണം. വെള്ളം നമ്മൾ ചൂടാറാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മുളക് അരിഞ്ഞെടുക്കാം. ഞാൻ 2 മുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭരണിയിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതയ്ക്ക് വീണ്ടും നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മുളക് ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാറിയ വെള്ളം, നല്ലോണം ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. കാരണം ഉപ്പൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്, അടിയിലും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമ്മളൊരൽപ്പം
വിനാഗിരി ചേർക്കാണ്. ഉപ്പിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഉപ്പിലിട്ട മാങ്ങയല്ല, അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇരിക്കണം. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് എയർ കയറാതിരിക്കാൻ നമുക്കൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് എടുക്കാം. എടുത്ത് നമുക്ക് ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ മാങ്ങ അരിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലത് കഞ്ഞിയുടെ കൂടെയാണ് നമുക്ക് ഇത് ഉപ്പിലിട്ട മാങ്ങ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മഴക്കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉപ്പുമാങ്ങ ചമ്മന്തിയോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഉപ്പുമാങ്ങ അരിഞ്ഞ് അച്ചാറിടുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.